അച്ഛനെന്തെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? അല്ല, ഇന്ന് പെസഹ അല്ലേ. പണ്ട് ഈ പെസഹ ഈ വിഭൂതി കഴിഞ്ഞിട്ട് ഈ പെസഹയുടെ ആഴ്ചയിൽ വീട്ടിൽ അമ്മച്ചി ചിരിപ്പിക്കത്തൊന്നുമില്ലായിരുന്നു. ഞാനത് പെട്ടെന്ന് ഓർത്ത് പോയി. ചിരിക്കാനും ബഹളം വയ്ക്കാനും ബോണി ഈ പച്ചയൊക്കെയുള്ള സ്ഥലത്ത് ഇവിടെ അതിൻ്റെ മുമ്പിലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത്. ബോണി ഇങ്ങോട്ടൊന്ന് മാറാവോ? അതായത് അങ്ങനെയായിരുന്നു പെസഹ ആഘോഷിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ. മൗനവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം ചിരിക്കാൻ പാടില്ല. ബോണി ഇവിടെ ആ പാട് ലൈറ്റാ. അങ്ങോട്ട് മാറിക്കോട്ടെ. എനിക്ക് കുഴപ്പമില്ല. സോറി. ബോണി കാഷ്വലായിരുന്നെങ്കിൽ ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ബോയി പച്ചപ്പിൻ്റെയൊക്കെ മുമ്പിൽ ബോണി ഇരിക്കുമ്പം എനിക്കതങ്ങോട്ടൊരു കൊതി വന്നിട്ടേ. പക്ഷേ ദൈവം നമുക്ക് തരുന്നതാണ് നമുക്ക് ഫിറ്റ് അല്ലേ. ഈ കസേരയാണ് എനിക്ക് ഫിറ്റ്. കാസ കർത്താവിന് പെസഹായ്ക്ക് ഫിറ്റായിരുന്നു. കുരിശ് പീഡാനുഭവ വെള്ളിയാഴ്ച ഫിറ്റായിരുന്നു. യൗസപിതാവിന് ഒരു വിരക്ത സഹനം ഫിറ്റായിരുന്നു. മറിയത്തിനൊരു ആന്തരിക ദുഃഖം ഫിറ്റായിരുന്നു അല്ലേ. ഓരോരുത്തർക്കും ആവശ്യമായതാണ് അല്ലേ ദൈവപിതാവ് അനുവദിക്കുന്നത്. സ്തോത്രഗീതത്തിൻ രാത്രി, ഈ പാട്ടറിയോ? പാദക്ഷാളന രാത്രി, പാപമോചന രാത്രി. എനിക്ക് ശരിക്കും അറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പാട്ട്. സ്തോത്രഗീതത്തിൻ രാത്രി, ആത്മത്യാഗത്തിൻ രാത്രി, പാദക്ഷാളന രാത്രി, പാപമോചന രാത്രി. പെസഹായെ കുറിച്ചല്ലേ അത് അല്ലേ? പെസഹായെ കുറിച്ച്, അതിൻ്റെ ഭാരങ്ങളെയും വേദനകളെയും കുറിച്ച്. അച്ഛനിങ്ങനെ ഈ ഈശോയുടെ ഭാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തർക്ക് ഫിറ്റാണെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ മാതാവിനും ഫിറ്റായിട്ടുള്ളൊരു കാര്യം ഈശോ കൊടുത്തായിരുന്നല്ലോ, ദൈവം കൊടുത്തായിരുന്നല്ലോ. ആ രാത്രിയിൽ ഈശോ വളരെ വേദന സഹിക്കുന്നുണ്ട്, മാതാവും അതിനേക്കാൾ കൂടുതൽ സഹിച്ചിട്ടുണ്ടാവില്ലേ എന്നൊരു ചിന്ത. ബോണി പറഞ്ഞത് ശരിക്കും ശരിയാ. കാരണം അത് ഞാൻ അച്ഛൻ പറയാൻ കാര്യമായി. ചില സമയത്ത് എൻ്റെ അമ്മച്ചി നേരത്തെയൊക്കെ, എടാ നിനക്ക് ഇന്നലെ എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നോ എന്നോട് ചോദിക്കുക. എൻ്റെ ചങ്കിന് വലിയ വെടപ്പായിരുന്നു, നീ ഇന്നലെ എവിടെയായിരുന്നു? അപ്പം ഞാൻ ഓർക്കുകയാണ്, എൻ്റെ അമ്മയ്ക്ക് അത്രയും എന്നെക്കുറിച്ച് അത്രയും ഭാരം ഉണ്ടെങ്കിൽ മാതാവിന് എന്തുമാത്രം ഭാരം ഉണ്ടായി കാണുമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അച്ഛൻ പറഞ്ഞു, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതാണ്. തീർച്ച. കാരണം ഈശോയിൽ നിന്ന് കണ്ണെടുക്കാതിരുന്ന മറിയം ഒരു നിമിഷം പോലും, ജോൺ ബോൾ പറയുന്നതല്ലേ, കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ അവളുടെ കണ്ണുകൾ മിശിഹായിൽ തന്നെയായിരുന്നു. എൻ്റെ മകനെ, എൻ്റെ മകനെ, എൻ്റെ മകനെ, എൻ്റെ മകനെ, നീ എവിടെയാണ്, എവിടെയാണ് നിൻ്റെ മഹത്വം, നിൻ്റെ മഹത്വം? നീ എന്തിനാണ് കുഞ്ഞെ നിന്നെ ആൾക്കാർ കല്ലെറിഞ്ഞത്? എന്തിനാണ് കുഞ്ഞെ നീ പൊട്ടനെ പോലെ നിന്നത്? നീ എന്തിനാണ് മുത്തയുടെ, നീ എന്തിനാണ് അവരുടെ കെയർ കൊള്ളാൻ നിന്നത്? അച്ഛനിങ്ങനെ ഈ എൻ്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ മകനെ എന്നും പറഞ്ഞ് തുടങ്ങുന്നൊരു പാട്ടുണ്ടല്ലോ. ഉണ്ട്. ഞാൻ സത്യത്തിൽ കൃത്യം എൻ്റെ ഒരു സി ഡിയിലല്ല, അച്ഛൻ്റെ സി ഡിയിലല്ല കേട്ടിരിക്കുന്നത്, തച്ചങ്കരിയുടെ, ടോമിൻ തച്ചങ്കരിയുടെ സി ഡിയില്ല, വാഗ്ദാനം.
പക്ഷെ അച്ഛനാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എഴുതിയിരിക്കുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വരിക. ആഹാ. എൻ്റെ മകനേ എന്തിനായി നീ, അത് മുഴുവൻ ഫലിപ്പിക്കാൻ ചിത്രയാണ് പാടിയിരിക്കുന്നത്. ക്രൂശിലേറി പാപിയെ പോൽ നോക്കി നിൽക്കാൻ പോലും ത്രാണിയില്ലേ, കൂടെ നിൽക്കാൻ പോലും ശക്തിയില്ലേ.
അന്ത്യമൊഴിയായെന്തേലും അമ്മയോട് ചൊല്ലുമോ? നൊന്തുപറ്റ സ്നേഹം എങ്ങനെല്ലാം താങ്ങിടും, ലോകത്തിൽ വേറൊരാൾക്കും ഇതുവരല്ലേ. എൻ്റെ കുഞ്ഞെ, നീ സഹിച്ചു, നിനക്ക് സഹിക്കാൻ പറ്റി, നിനക്ക് താങ്ങാനും പറ്റി. സാധാരണ ഒരു കുഞ്ഞിന് ഈ ഗതി വരല്ലേ. ശരിക്കും മറിയത്തിൻ്റെ മാതൃത്വം യൂണിവേഴ്സലായി മാറുന്നതാണ് ഞാനിവിടെ കാണുന്നത്. എൻ്റെ കുഞ്ഞിനൊന്നും വരല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ ബോണിക്ക് എന്ത് തോന്നും? സകല മനുഷ്യൻ്റെയും പ്രാർത്ഥനയുടെ പിന്നിൽ കോൺസെൻട്രേറ്റഡ് സ്വാർത്ഥതയാണ്.
ധ്യാനം കഴിയുന്നു, വന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛാ ഒന്ന് കൈ തല വെച്ച് പ്രാർത്ഥിച്ച്, അച്ഛാ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ്. അപ്പോൾ ഒരു ചേച്ചി അവിടെ ഇടിച്ച് നിൽക്കുക. ഈ ചെടുത്തി മാറിയിട്ട് വേണം ആ ചെടുത്തിക്ക് വരാൻ. ഒരു ചേട്ടൻ അവിടെ കിടന്ന് ഇടിച്ച് ഭയങ്കര ബഹളം നിൽക്കുക. എന്നിട്ട് വേണം ചേട്ടത്തിക്ക് ചേട്ടത്തിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയാൻ, ചേച്ചിക്ക് ചേച്ചിയുടെ കുഞ്ഞിൻ്റെ കാര്യം പറയാൻ, അപ്പൻ്റെ മോൻ്റെ കാര്യം പറയാൻ. ഇവർക്കെല്ലാം അവനവൻ്റെ കാര്യങ്ങളും അവനവൻ്റെ വീടിനും അപ്പുറത്തേക്ക് സുവിശേഷത്തിന് വിസ്താരമില്ല. അവിടെ ഒരു അമ്മ നിൽക്കുന്നു, മാതാവ് ഇവിടെ വിശാലമാകുന്നു അല്ലേ? ലോകത്തിൽ വേറൊരാൾക്കും ഇത് വരല്ലേ. ശരിക്കും ഈ ഇന്ത്യയിൽ പോലും മറിയത്തിന് ഇത്രയും മഹത്വം കിട്ടാനുള്ള കാര്യത ഭാരതാംബ എന്ന് വിളിക്കുന്ന ഒരു കൺസെപ്റ്റാണല്ലോ ഇന്ത്യയിലുള്ളത്. ഈ ഭാരതാംബ എന്ന് വിളിക്കുന്ന ഇന്ത്യൻ കൺസെപ്റ്റിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാവർക്കും സൗഖ്യം ഉണ്ടാകട്ടെ, എല്ലാവർക്കും ശാന്തി ഉണ്ടാകട്ടെ എന്ന മുനിമാരുടെ മനോദർശനമാണ്. ലോകൈക മനുഷ്യജാതി, അതാണല്ലോ പഴയ നമ്മുടെ മുൻ പ്രസിഡന്റ് രാധാകൃഷ്ണൻ പറഞ്ഞത്. ലോകൈവ മനുഷ്യജാതി, മനുഷ്യജാതി ഒറ്റ കുടുംബമാണ്, ഒറ്റ ലോകമാണ്, അതിന് വേർതിരിവില്ല. അതുകൊണ്ട് ലോകം മുഴുവനും സൗഖ്യം വേണം എന്ന് പറയുന്ന ഭാരതത്തിൽ മറിയത്തെ അനേകം നെഞ്ചേറ്റി ലാളിക്കാൻ ഒരു കാര്യം അമ്മയുടെ ഈ യൂണിവേഴ്സൽ മദർഹുഡ് ആണോ? അങ്ങനെ തോന്നുന്നത് എനിക്ക് തോന്നിയത് ഞാൻ പൊന്നിയോട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും അതിൽ സംശയിക്കേണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുക. സാധാരണ അവനവനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു അമ്മയുടെ മനസ്സിനപ്പുറം ലോകത്തിൽ വേറൊരാൾക്കും ഇത് വരല്ലേ. അത് അച്ഛാ ഭയങ്കരമായൊരു പെയിനിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മറ്റു മനുഷ്യരെക്കുറിച്ച് ഓർക്കുന്നത് അല്ലേ? അവിടെയാണ് അതിൻ്റെ മഹത്വം. അതിൻ്റെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും അത് തന്നെ. ഈ കുരിശിൻ്റെ ചുവട്ടിലെ സംഭവങ്ങളിലെല്ലാം നിൽക്കുന്ന കാര്യം യേശുവിൻ്റെ ചങ്ക് പൊട്ടിക്കുമ്പോഴാണ് അമ്മേ ഇതാ യോഹന്നാൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ബഹുമാനപ്പെട്ട പെന്തക്കോസ്ത സഹോദരങ്ങളും ഒക്കെ പറയും, അമ്മ എന്നപ്പോഴാണ് വിളിക്കുന്നത്, എവിടെയാണ് വിളിച്ചിരിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അപ്പോഴൊക്കെ ഓർക്കും, ഇവിടെ ചങ്ക് പെടയുമ്പം അവൻ കുരിശിൽ കിടന്നൊരു ഒറ്റ വെപ്രാളമാണ് അവന്, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ അമ്മ. അപ്പം അതുപോലെ തന്നെ ഒരു സംഗതിയാണ് മറിയവും ചെയ്യുന്നത്. അവൾക്ക് കരഞ്ഞു തീർക്കാൻ പറ്റാത്ത ദുഃഖങ്ങളുടെ നടുവിൽ അവൾ പറയുക, ലോകത്തിൽ വേറൊരാൾക്കും ഇത് വരല്ലേ. എനിക്ക് താങ്ങാൻ പറ്റി, അത് വചനത്തിൻ്റെ ബലം. എനിക്ക് താങ്ങാൻ പറ്റി, അത് കൃപയുടെ ശക്തി. എനിക്ക് താങ്ങാൻ പറ്റി, അത് നീ എനിക്ക് നേരിട്ട് തരുന്ന ആത്മീയ ബലം. യേശു ക്രിസ്തുവേ ലോകരക്ഷക, ഞാൻ നിൻ്റെ അമ്മയാണെങ്കിലും നീ എൻ്റെ രക്ഷകനാണ്. ശരിക്കും മറിയം രക്ഷകൻ്റെ മുമ്പിലാണ് കരയുന്നത്. മകൻ്റെ മുമ്പിലാണ് പരിതപിക്കുന്നത്, രക്ഷകൻ്റെ മുമ്പിലാണ് കരയുന്നത്. മകൻ്റെ മുമ്പിൽ പരിതപിച്ചിട്ട് പറയുമ്പോൾ കരച്ചിൽ സ്തുതിയാക്കുന്നത് രക്ഷകൻ്റെ മുമ്പിലാണ്. അച്ഛനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് വരികളുടെ വിശാലത എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നത്. ആദ്യത്തെ ഒരു പരാതി പോലെയാണ് ആദ്യത്തെ മകൻ്റെ മുമ്പിൽ. അത് നമ്മളിരിക്കുമ്പോൾ പണ്ട് എഴുതി വെച്ച ഈ വരികൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ഓർത്തെഴുതിയിരിക്കുന്നതല്ല. കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് നമ്മളെ വിളിച്ചപ്പോൾ കർത്താവ് അതിൻ്റെ വ്യാഖ്യാനം മനസ്സിൽ നൽകുന്നത് നമ്മൾ പറയുക, അല്ലാതെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചില്ലല്ലോ. ഇപ്പോൾ ആത്മാവ് ഇങ്ങനെ അത് പുള്ളി പറഞ്ഞു തരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ അല്ലേ പുള്ളി തരുന്നൊരു ബോധ്യമാണ്. മറിയത്തിലും ആ മനുഷ്യത്വവും ദൈവികതയും തമ്മിൽ സമരം നടക്കുക. ഒരു പച്ച മനുഷ്യ സ്ത്രീ എന്ന നിലയ്ക്ക് അവൾക്ക് നെഞ്ചത്തിട്ടടിച്ച് കരഞ്ഞ് വാവിട്ട് നിലവിളിച്ച് മുടി വലിച്ച് പറിച്ച് ഭ്രാന്തിയെപ്പോലെ നിൽക്കണമെന്നുണ്ട്. പക്ഷേ ഈ ക്രൈസിസുകളിലെല്ലാം ദൈവമുഖത്തു നിന്നൊരു അന്ത്യമൊഴി, ലാസ്റ്റ് വേർഡ് ഷുഡ് കം ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്, ഫ്രം ദ മൗത്ത് ഓഫ് ഗോഡ്. അതാണ് ജീവിതത്തിൻ്റെ സിഗ്നേച്ചർ മറിയത്തെ സംബന്ധിച്ചിടത്തോളം. അച്ഛനിങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർക്കാണ്, മനുഷ്യരായ നമ്മളും അങ്ങനെ ആഗ്രഹിക്കില്ലേ? മനസ്സിലായില്ല ബോണി? എനിക്ക് വളരെ അടുപ്പമുള്ളൊരു ഒരാൾ, ഞങ്ങൾ വളരെ നല്ലൊരു ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം എനിക്കറിയാം, നിഷ്കളങ്കമായൊരു ജീവിതം. പക്ഷെ ഇതിനും വേണ്ട സ്ട്രഗിൾസ്, സങ്കടങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയാറുണ്ട്, എന്നോടൊന്ന് ഈശോ ഒന്ന് സംസാരിച്ചാൽ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, സാരമില്ലെന്ന് പറയുന്നില്ല, ഒന്ന് സംസാരിച്ചാൽ മതി, എൻ്റെ വിഷമം. പക്ഷേ ഈശോ മിണ്ടുന്നില്ല. അതാണ് എൻ്റെ ഒരു വിഷമം. ഞാനിപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ബോണി അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടുപോയി. എനിക്കും പറയാൻ ചോദിച്ച ചോദ്യം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായി മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ബോണി പറഞ്ഞ ശരിയാ. ചിലരുടെ വീട് മേഞ്ഞിരിക്കുന്നത് ഓല കൊണ്ടല്ല, ഓട് കൊണ്ടല്ല, ഷീറ്റ് കൊണ്ടല്ല, സങ്കടങ്ങൾ കൊണ്ടാണെന്ന് തോന്നിപ്പോവും. പോട്ടെ, മേച്ചിൽ മാത്രമല്ല,
ജനലും ഭിത്തിയും കെട്ടിയിരിക്കുന്നതും കണ്ണുനീര് കൊണ്ടാണെന്ന് തോന്നിപ്പോവും. വെറും കണ്ണീരിൻ്റെ കുടിൽ വസിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവർ ക്രിസ്തുവിനേക്കാൾ പോലും സഹിച്ചവരുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെട്ടു പോകുന്നു. പക്ഷേ ഈ പറഞ്ഞ ചോദ്യം ശരിയാണ്. ഇവിടെ ഒരു ഉത്തരമുള്ളത്, മറിയത്തിന് മറ്റൊരുറപ്പുണ്ടായിരുന്നു. മറിയം ഈ ചോദ്യം ചോദിച്ചെങ്കിൽ തന്നെ, ഇത് ഈ പാട്ടിലുള്ള ചോദ്യമാണ്, അത് ചോദിച്ചെങ്കിൽ തന്നെ ചോദിക്കുന്നത് കുരിശിൻ്റെ മുമ്പിലേ ഉള്ളൂ. നീണ്ട ഒരു മൗനത്തിൽ അവൾ കാത്തിരിക്കുന്നുണ്ട് ഈ ഉത്തരത്തിന് വേണ്ടി. നമ്മുടെ ചോദ്യങ്ങൾ കൂടിപ്പോകുന്നുണ്ടോ എന്നും കൂടി ചിന്തിക്കണം. നിരന്തരം അവലാദികളാണ്. മൗനത്തിൽ ഇരുന്നിട്ട് കർത്താവിൻ്റെ ഉത്തരം തിരക്കാത്തതാണ് ചില സഹനങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാര്യം. അതായത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നൊരു വാക്യം ഞാൻ ഓർക്കുന്നു. യൗവനത്തിൽ നിൻ്റെ നേരെ ഞാൻ ചിലപ്പം ബൈബിൾ എടുത്ത് തുറക്കുമ്പോഴേ ഈ നാണക്കേടാ. കൊച്ചു പിള്ളേർ തപ്പുന്ന പോലെ തപ്പും, ഞാനും ഇരുന്ന് തപ്പും. ഞാൻ ഈയിടെ ബൈബിൾ ക്വിസിനൊരു മത്സരം നടത്തി പിള്ളേർക്ക്, ബൈബിൾ റീഡിങ്ങിന്. ഞാൻ യോഹന്നാൻ്റെ സുവിശേഷം പറഞ്ഞപ്പം അവളിത് രാവിലെ ആദ്യം തൊട്ട് ഇങ്ങനെ വെറുതെ വെക്കുന്നുണ്ട് തപ്പാനായിട്ട്. എന്ന് പറഞ്ഞ പോലെ എൻ്റെയും ചിലപ്പോഴത്തെ കാര്യം വിലാപങ്ങളാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുമായിരിക്കും അല്ലേ? ജെറമ്യായ്ക്ക് അപ്പുറത്താ വിലാപം. ഇതാണ് മൂന്നാം വശം. യൗവനത്തിൽ നുകം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവൻ്റെ മേലെ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. അപ്പോൾ അവൻ മുഖം മണ്ണിൽ പൂഴ്ത്തട്ടെ. എല്ലാട്ടർ ഡെസ്പയർ. തീർന്നു, എല്ലാം തീർന്നല്ലോ. ഇനിയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. വിലാപങ്ങൾ 3-ാം അധ്യായത്തിൽ 29-ാം വാക്യമാണ്. Yet there is a ray of hope. അപ്പോൾ ഞാനിത് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ, നമ്മുടെ വീടുകളെല്ലാം ദുഃഖങ്ങൾ കൊണ്ട് മേഞ്ഞതാണ്, പൊതിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ പറഞ്ഞത് ഈ ഉത്തരം മുട്ടിപ്പോന്ന് പറഞ്ഞാണോ? ഇങ്ങനെ ദുഃഖം കൊണ്ട് മൂടി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ബോണി ഇപ്പം ചോദിച്ചത് നന്നായി. ഈ ഉത്തരം മുട്ടിപ്പോകുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, പെട്ടെന്ന് ഇങ്ങനെ സങ്കടങ്ങൾ മാത്രം ചോറ് പോലെ തിന്നുന്ന മനുഷ്യർക്ക് ഉത്തരം കൊടുക്കാനില്ലാതെ ഞാൻ ഈ മരണ വീട്ടിലൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞു തരിക, ഉത്തരം ഇതാണ്: ദൈവത്തിന് തെറ്റ് പറ്റുകയില്ല. നിനക്ക് ഈ വലിയ സഹനം തന്നത് ദൈവത്തിന് എന്തോ ഒരു ആലോചനയ്ക്ക് തെറ്റ് പറ്റിയതല്ല എന്ന തിരിച്ചറിവ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമായി. അതാ നേരത്തെ പറഞ്ഞ മൗനത്തിൽ കിട്ടുന്നതാണ്. ആ മൗനത്തിൽ കാത്തിരിക്കുമ്പോൾ ദൈവം ഇട്ടുതരുന്ന മറിയം. നോക്കിക്കേ, ബോണി സുവിശേഷങ്ങളുടെ തുടക്കം എല്ലാം പറയുന്നതെന്നാ, അവൾ സംഗ്രഹിച്ചു, അവൾ ദുഃഖി, അവൾ മനസ്സുകൊണ്ട് അടക്കി വെച്ചു, ഈ പോരാട്ടങ്ങൾ അവൾ ഹൃദയത്തിൽ അടക്കി വെച്ചു. ഈ മൗനത്തിൽ അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയും ചെയ്തു. ഈ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നൊക്കെ പറഞ്ഞ അഗാധമായ മൗനമാണ്. അഗാധമായ മൗനത്തിൽ നിന്നതുകൊണ്ട് അവിടെ നേർത്ത ശബ്ദമായി ദൈവം സംസാരിച്ചു. അല്ല ബോണി, നമ്മളും അങ്ങനെ തന്നെയാണല്ലോ. എത്ര അട്ടർ ഡെസ്പെയറിലും തകർന്നു പോയി കഴിയുമ്പം നമ്മൾ സ്നേഹത്തോടെ വചനം എടുത്തും തുറക്കുന്നു. എനിക്ക് ഒരു ഗത്യന്തരവുമില്ലാത്ത നിമിഷങ്ങൾ വന്നിട്ടുണ്ട്. വചനം എടുത്തിട്ട് തുറക്കുമ്പോൾ അങ്ങനെ ഇതൊരു രീതി പ്രോത്സാഹിപ്പിക്കുകയല്ല, എങ്കിലും യുദ്ധഭീതിയില്ലാതെ നിർഭയരായി കടന്നു പോകുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ ഇങ്ങനെ എടുക്കുന്ന വ്യാഖ്യാനിക്കുന്നൊന്നും ശരിയല്ല. എങ്കിലും ഞാൻ അവിടെ തന്നെ യുദ്ധഭീതി ഇല്ലാതെ നിർഭയരായി എന്ന് വായിക്കുമ്പോഴേ, നിന്നെ ഞാൻ യുദ്ധഭീതിയില്ലാതെ നിർഭയനാക്കും. എനിക്ക് വേറെ ആ കോണ്ടെക്സ്റ്റ് പോലും വേറെ ആണെങ്കിലും എനിക്ക് കർത്താവ് ഒരു സന്ദേശം അവിടെ തരിക. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി. അങ്ങനെയൊന്നും ചെയ്യുന്നത് ഒരു രീതി അല്ലെങ്കിൽ പോലും ഒരു വിഷമത്തിന്റെ സമയത്ത് ദൈവം നമുക്ക് അപ്പം തന്നെ ചിലപ്പോൾ നെഗറ്റീവായിരിക്കും. ഞാൻ ഈ പറഞ്ഞത് എനിക്ക് കൃത്യമാക്കാനായിട്ട് വാക്കില്ല. ചിലപ്പോൾ തുടക്കത്തത് വളരെ നെഗറ്റീവായ ഒരു കോണ്ടെക്സ്റ്റ് ആയിരിക്കും. പക്ഷെ നമുക്കൊരു പോസിറ്റീവ് വചനം ദൈവം തരുന്നതാണ് എപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഇന്ന് വരെ. അതാ ഒരു വിശ്വാസത്തിൽ സ്വീകരിക്കുന്നത്. അപ്പം ഇതൊരു ബൈബിളിൻ്റെ പേജിലുള്ളൊരു കളിയായത്. ഇതിലും കൃത്യമായി ദൈവം നമ്മളോട് മൗനത്തിൽ സംസാരിക്കും. ജീവൻ പോലും നമുക്കായി കൈവെടിഞ്ഞതാണോ തെറ്റ്? വഴിപോക്കരെല്ലാം നിന്നെ നോക്കി പരിഹസിച്ചു,
അതു കണ്ടു നിന്ന എൻ്റെ ഉള്ളം തേങ്ങി നീറി, സർവ്വതും ഹൃത്തിനുള്ളിൽ സംഗ്രഹിച്ചു. ബോണി ചോദിച്ചതിനെല്ലാം ഉത്തരം ഈ ചരണത്തിലുണ്ട്. ഈ കോൺട്രവേഴ്സികളെല്ലാം കാണുന്നുണ്ട്, ഈ പോരാട്ടമെല്ലാം മനസ്സിലുണ്ട്. എങ്കിലും സർവ്വതും ഹൃത്തിനുള്ളിൽ സംഗ്രഹിച്ചു, സംഗ്രഹിച്ചു, സംഗ്രഹിച്ചു. ഞാൻ അതിനെ ആറ്റി കുറുക്കി കൃപയുടെയും മുന്നനുഭവങ്ങളുടെയും നിൻ്റെ വചനത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും ചക്കിലിട്ട് ആറ്റി കുറുക്കിയെടുത്തത് കൊണ്ട് എനിക്ക് നെറ്റ് റിസൾട്ട് പ്രത്യാശയാണ്. ചരണത്തിലെ ആദ്യത്തെ 2 വരിയിൽ ഒരു മാനുഷികത വെച്ചിട്ടുണ്ട് അല്ലേ? നമുക്ക് വേണ്ടി പോക്കരെല്ലാം നിന്നെ നോക്കി പരിഹസിച്ചു. അതിനപ്പുറത്ത് അതിന് മുമ്പ് ജീവൻ പോലും നമുക്കായി കൈവടിഞ്ഞതാണോ തെറ്റ് എന്നുള്ള മാനുഷികതയുണ്ട്. അതിനുമപ്പുറം അതിനുമപ്പുറം ഞാൻ സംഗ്രഹിക്കുന്നു. ഈ പ്രത്യാശ ഈ പെസഹായ്ക്ക് വരട്ടല്ലേ. അപ്പം മുറിക്കുമ്പോഴും പാല് കുടിക്കുമ്പോഴും ഒക്കെ അതിങ്ങനെ പതഞ്ഞ് നുരഞ്ഞ് വരട്ടെ. ഒരു ഈ പ്രത്യാശയുടെ ഒരു പെസഹ, അല്ലേ? നാളെ പീഡാനുഭവ വെള്ളി, അപ്പോഴും ചുണ്ടത്തൊരു പുഞ്ചിരിയുള്ള പീഡാനുഭവ വെള്ളി വരട്ടെ. പണ്ട് ഞങ്ങൾക്ക് എന്നാ പറയാൻ ദുഃഖവെള്ളിക്ക് ഒരു നെടുവീർപ്പുണ്ടെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യാശയുടെ നെടുവീർപ്പായിരിക്കട്ടെ അല്ലേ? അതായിരിക്കട്ടെ. പണ്ട് അങ്ങനെ ആയിരുന്നു. എന്നറിയാവോ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ പാല് കാച്ചി പെസഹാക്കി ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് പൂർണ്ണ ഉപവാസമാണ്. പിള്ളേരെ നാളെ പൂർണ്ണ ഉപവാസമാണ്. പൂർണ്ണ ഉപവാസം എല്ലാവരും സമ്മതിക്കും. പാല് കാച്ചിട്ടുണ്ട്, പഴമൊക്കെ ഇട്ട് പാല് കാച്ചിട്ടുണ്ട്. നാളെ കരമായിട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ദൈവത്തിന് സ്തുതി. ഈ പാല് കുടിക്കാമല്ലോ, നല്ലൊരു ഗ്ലാസ് പാൽ. അന്നത്തെ ഗ്ലാസ്സൊക്കെ ഇത്രയും വലിപ്പമുണ്ട്. അതിനകത്തൊരു 2.5 പഴവും ഒരു 4 കുടം പാലും കാണും. അതെടുത്ത് കുടിക്കുമായിരുന്നു. ഞാൻ അതോർത്തിട്ടൊക്കെയാണ് ഞാൻ ആദ്യം ഇരുന്ന് ചിരിച്ചത്. അപ്പം ശരിക്കും വചനമോർത്ത് ചിരിക്കുന്ന, കൃപയോർത്ത് ചിരിക്കുന്ന, വെറുതെ കരച്ചിലും കള്ളത്തരത്തിലുള്ള ദുഃഖമൊന്നും ഇല്ലാത്ത ഒരു ഒറിജിനൽ പീഡാനുഭവ വെള്ളി. ശരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് പീഡാനുഭവ വെള്ളിയാഴ്ച. കാരണം ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു, പറഞ്ഞത് പൂർത്തിയാക്കി. അതുകൊണ്ട് ശരിക്കും കൈയടിക്കണം പീഡാനുഭവ വെള്ളിയാഴ്ച. കാരണം ഒരുവൻ നമ്മളോട് വാക്ക് പാലിച്ചു. നമുക്ക് പരസ്പരം വാക്ക് പാലിക്കാം. Praise the Lord. ജീവിതം